എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ മാധുവിൻ്റെ നെയിമിംഗ് സെറമണിയാണ്. രാവിലെ എണീച്ചപ്പോൾ തൊട്ടിട്ട് ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ പ്ലാനായിരുന്നു ഇതൊരു അടിപൊളി വ്ളോഗ് ആക്കണം, എല്ലാം പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യണം. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ. രാവിലെ എണീച്ചപ്പോൾ തന്നെ 8:30, പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ കുറേ തിരക്കുള്ളതുകൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നും ഞാൻ ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴേക്കും എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു പിന്നെ റെഡി ആവാൻ ബാക്കിയുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ആൾക്കാർ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും പിന്നെ അഖിലിൻ്റെ അമ്മയും കൃഷ്ണപ്രിയ അവൻ്റെ വൈഫും കുഞ്ഞും, അങ്ങനെ നമ്മൾ ഇച്ചിരി പേരായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഭയങ്കര ഗ്രാൻഡ് പരിപാടി ഒന്നും ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിനെ ഹാപ്പി ആക്കുന്ന ഒരു കൈൻഡ് ഓഫ് പരിപാടിയായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പരിപാടികൾ കഴിഞ്ഞു. ഇതിപ്പോൾ ഈ പുറമെ അല്ലെങ്കിൽ അബ്രോഡൊക്കെ പോയി നിൽക്കുന്നവർക്ക് ഇത് ഞാൻ പറഞ്ഞാൽ റിലേറ്റ് ആവുള്ളൂ. നമ്മുടെ നാടാണെങ്കിൽ നമുക്ക് കുറേ ആൾക്കാരും കുറേ ബഹളമൊക്കെ കഴിയേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നാട്ടിലിരുന്ന് കാണുന്ന ഒരു ഇതെന്ത് രസം, ആകെ 4 പേര് നിങ്ങളായിട്ട് നൂല് കെട്ടി, അത്രേ തോന്നുള്ളൂ. പക്ഷെ നമുക്കിത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയുള്ളൊരു ഹാപ്പിനെസ് സത്യം പറഞ്ഞാൽ. എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ള് പരിപാടി ആകുമ്പോഴേക്കും ഒരുങ്ങാൻ പറ്റിയിരുന്നില്ല. ഞാൻ ചുമ്മാ മുഖത്തുള്ള മേക്കപ്പ് മാത്രം കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, ഞാൻ ലേറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കമ്മലൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് കുറച്ചുകൂടി സുന്ദരിയായത്. സദ്യയുടെ കാര്യമാണെങ്കിൽ അടിപൊളിയായിരുന്നു. അമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പായസം പാലട ഞാനാക്കി. 2 തരം പായസം ഉണ്ടായിരുന്നു, പരിപ്പും പാലടയും. പാലട പിന്നെ പറയണ്ട, ഞാൻ ഉണ്ടാക്കിയോണ്ട് അടിപൊളിയായിരുന്നു. നാട്ടിലൊക്കെ ഉള്ള ടൈമിൽ സദ്യ എന്ന് പറയുന്ന സാധനം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക തരം ഫീലാണ്. എനിക്ക് തോന്നുന്നത് കിട്ടുമ്പോഴുള്ള മറ്റേ സാധനം അത് തോന്നിട്ട്. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. കുറേ കാലത്തിന് ശേഷം വയറ് ഫുള്ളാക്കി കഴിച്ചോണ്ടാണോന്ന് അറിയില്ല. പിന്നെ അങ്ങൊരു ഉറക്കമായിരുന്നു. കുറേ പ്ലാൻ ഉണ്ടായിരുന്നു, പുറത്ത് പോകണം, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നിറങ്ങി.